പാർട്ടിയോട് പിണങ്ങിപ്പിരിഞ്ഞിട്ടും ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർത്താതെ CPM നേതാക്കൾ. ഏറെ ദുഃഖകരമെന്നാണ് CPM ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത്. ജി സുധാകരനെ പോലെ ദീർഘകാലം പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോന്നിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാം നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ പ്രതികരിക്കും. കാപാലികർക്കൊപ്പം പോയതിൽ ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് സുധാകരൻ തകരുമെന്ന് AK ബാലൻ പറഞ്ഞു. ഓരോ രക്തസാക്ഷി ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ജി സുധാകരൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. അതിൻ്റെ തലേ ദിവസവും ആ ദിവസവും പിറ്റേ ദിവസവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് സഖാവ് ജി സുധാകരൻ. ആ സുധാകരൻ എങ്ങനെ ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കും? അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനി ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. സമവായ സാധ്യത അവസാനിച്ചിട്ടില്ലെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസറും പ്രതികരിച്ചു. ഇല്ലില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തതാ. അതെ അതെ, പ്രതീക്ഷിക്കാത്ത ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത. പിന്നെ ഇനി സാധ്യതയുണ്ട്, നോക്കട്ടെ. പിന്നെ നോക്കട്ടെ. സുധാകരൻ വിഷയത്തിൽ പാർട്ടി മറുപടി പറയുമെന്നും ആലപ്പുഴയിൽ പാർട്ടി നേരെ തന്നെ മുന്നോട്ട് പോകുമെന്നും പാർട്ടിക്ക് ഒരു ചരിവും ഉണ്ടാകില്ലെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. നേതൃത്വം അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയും. അതിശയോക്തിപരമായ ഒരു കാര്യവും പാർട്ടിക്ക് മറച്ചു വെക്കാനോ ഒന്നുമില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അത് മറുപടി പറയും. പിന്നെ മത്സരിക്കുന്നു, അതൊക്കെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അത് എനിക്ക് വലിയ അഭിപ്രായമില്ല. സുധാകരൻ പോയാലും ഒന്നും സംഭവിക്കില്ലെന്നായിരുന്നു MM മണിയുടെ പ്രതികരണം. ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. MM മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാണ്. ഇല്ലെന്ന് ഇതിന് മുമ്പ് എത്ര പേരെ പുറത്താക്കി. എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചു നിർത്തിയിട്ടില്ല, കെട്ടിയിട്ടില്ലാരെ. പ്രസ്ഥാനം മുന്നോട്ട് പോകും. പോകുന്ന പോക്കാ. അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. അവിടെ എന്താ പറയുക, അതൊക്കെ പാർട്ടി നേരിടും. അത്ര വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അനു, ഇക്കാര്യത്തിൽ ആദ്യമേ പറഞ്ഞതുപോലെ കരുതലോടെയുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അങ്ങേയറ്റത്തെ സംയമനവും ഇക്കാര്യത്തിൽ പാലിച്ചു പോരുന്നുണ്ട്. പാർട്ടി നേതാക്കളായാലും പ്രവർത്തകരായാലും എല്ലാം ഈ ഘട്ടത്തിൽ നിലവിലുള്ള സാഹചര്യം അങ്ങനെയാണ്. എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? എന്ത് നീക്കമാണ് ഇതിലൂടെ നേതാക്കൾ കരുതി വെക്കുന്നത്? അതിൽ തുടർന്നും ആ രീതിയിലുള്ള കരുതൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കണം. സംഗീത തികച്ചും അപ്രതീക്ഷിതമെന്ന് നേതാക്കൾ പറയുമ്പോഴും ജി സുധാകരൻ്റെ പാർട്ടി വിടലും ഇങ്ങനൊരു വിമതത്വ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അങ്ങ് അപ്രതീക്ഷിതമല്ല. കാരണം നമുക്കറിയാം 2021 എറണാകുളം സമ്മേളനത്തിലാണ് പരിധി നിശ്ചയിച്ച പ്രകാരം അദ്ദേഹം പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ നിന്നും മാറുന്നതും പിന്നീട് തവണ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് നിയമസഭ അല്ലെങ്കിൽ മത്സരിക്കുന്നതിനുള്ള ഇത് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ തവണ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ആദ്യം മത്സരിക്കാതിരുന്ന തോമസ് ഐസക് ലോക്സഭയിലേക്ക് മത്സരിച്ചതും നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ജി സുധാകരൻ പാർട്ടിയുമായി പല ഘട്ടങ്ങളിൽ പിണങ്ങിയും ഇണങ്ങിയും മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനിടയ്ക്കാണ് H സലാമിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതിനുശേഷം ഉണ്ടായ ഈ ഭൂരിപക്ഷക്കുറവും ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിൽ അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടായി. പരസ്യ ശാസനം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും നേരിടേണ്ടി വന്നു. ആ സമയങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പലതവണ രംഗത്ത് വന്നു. കോൺഗ്രസിൻ്റെ പൊതുവേദികളിൽ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പല ഘട്ടങ്ങളിൽ ഇത് ഈ അപ്രതീക്ഷിതം എന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെ അങ്ങ് അപ്രതീക്ഷിതമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ജി സുധാകരൻ പാർട്ടിയുമായി അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി UDF സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു മാറുന്നു, ഒരു സ്ഥാനാർത്ഥിയാകുന്നു എന്ന രീതിയിൽ ഒരു സാധാരണ പോക്കല്ല ജി സുധാകരൻ്റേത്. കാരണം കേരള രാഷ്ട്രീയത്തിൽ അഴിമതി രഹിതനായ ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ
പ്രധാനമായും പറയുന്ന രണ്ട് പേരുകളിൽ ഒന്ന് അത് ജി സുധാകരനും ആണ്. മറ്റൊരു പേര് സ്വാഭാവികമായും VS അച്യുതാനന്ദൻ്റെ പേരായിരിക്കാം. അങ്ങനെ അഴിമതിരഹിതനായ ഒരു മനുഷ്യൻ, അഴിമതിയുടെ കറപുരട്ടാത്ത ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ CPM-നകത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടി കഴിയുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയുടെ പുറത്തേക്ക് പോകേണ്ടി വരുന്നു. ഇതായിരിക്കും പ്രതിപക്ഷം ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി ചർച്ചാ വിഷയമായി ഉയർത്തുക. സുധാകരനെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ടാണ് CPM-ൽ നിൽക്കാൻ വേണ്ടി കഴിയാത്തത്? അതായിരിക്കും അവർ ഏറ്റവും പ്രധാനമായും ഉയർത്തിക്കാട്ടുക. ഇവിടെ 6 പതിറ്റാണ്ട് ഈ പാർട്ടിയുടെ ഭാഗമായി നിന്ന് ഈ പാർട്ടിയെ വളർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ജി സുധാകരൻ. SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റ്. മാത്രമല്ല 67-ൽ രണ്ടാം EMS സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് എത്തുന്നത്. അതാണ് 2021-ൽ കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുതുക്കാതെയും ഇപ്പോൾ 7 തവണയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിൽ 4 തവണ അദ്ദേഹം MLA ആയി. ഈ 8ാമത്തെ തവണ അത് പാർട്ടിക്കെതിരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അമ്പലപ്പുഴയിൽ മാത്രം പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമായി നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന കേരളത്തിലാകെ ജി സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നത് അതൊരു വലിയ എഫക്റ്റാവും എന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ ചർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനം ജി സുധാകരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പിന്തുണയോടുകൂടി മത്സരിക്കുമോ എന്നുള്ളതാണ്. അത് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ജി സുധാകരൻ്റെ അദ്ദേഹം വാർത്താസമ്മേളനം ശ്രദ്ധിച്ചാൽ ഒരു ഘട്ടത്തിലെങ്കിലും എവിടെയെങ്കിലും അദ്ദേഹം ഒരു ഒഴിവിടുന്നുണ്ട്. അതായത് താൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും വരുന്നത് തനിക്ക് എതിർപ്പില്ല, താൻ മത്സരിക്കുന്നത് പാർട്ടിക്കെതിരല്ല എന്നൊക്കെ പറയുന്നത് വഴി ഒരു സമവായ സാധ്യത പൂർണ്ണമായും അടഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ആർ നാസർ പറഞ്ഞതുപോലെ സമവായത്തിന് സാധ്യതകൾ തേടും എന്ന് പറയുന്നുണ്ടെങ്കിലും സമവായം അത്രമേൽ എളുപ്പമല്ല. പ്രത്യേകിച്ച് ഇന്നലെ CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടെങ്കിലും അദ്ദേഹത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ജി സുധാകരനെയാണ് നമുക്കിത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അല്പം മുമ്പ് H സലാം പറഞ്ഞതുപോലെ ഇനിയും 2 കാര്യങ്ങൾ കൂടെ സംഭവിക്കാനുണ്ട്. സ്വാഭാവികമായും അത് UDF-ൻ്റെ പിന്തുണ ഉൾപ്പെടെയുള്ള സുധാകരൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്തിരിപ്പിക്കാം എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് LDF-നെയും CPM-നെയും സംബന്ധിച്ച്. അത് എത്രമേൽ സാധ്യമാണെന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാന ചർച്ചയായി അല്ലെങ്കിൽ പ്രധാന വിഷയമായി ഉയർന്നു നിൽക്കുക. ശരി അനു,